ശ്രീവിദ്യ ടീച്ചറെ. സാറേ ഉണ്ട്. ഓക്കെ, നമ്മുടെ കുറച്ച് പിള്ളേർ നമ്മുടെ മെയിൻ ബാച്ചിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടീച്ചറെ. ഇവർക്ക് ലിങ്ക് ടീച്ചറിന്റെ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ടും സാധാരണ ടീച്ചറിന്റെ ക്ലാസ്സുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടും ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ എല്ലാ പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട്. എണ്ണത്തിൽ ഇച്ചിരി കൂടുതലുണ്ടാവും. അവർക്ക് ഓൾറെഡി കഴിഞ്ഞാണ്, എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട് ടീച്ചർ. അതും കൂടെ ഒന്ന് നോക്കി തരട്ടോ. ഓക്കെ സാർ, ആയിക്കോട്ടെ. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. അപ്പം നമ്മള് ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ തീർന്ന് ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനമായ 2 പോർഷൻസിനെ പറ്റിയിട്ട് ഇന്ന് പറയാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുമാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തില് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിന് മറ്റൊരു പേര് പറയുന്നത് സങ്കലിത വിദ്യാഭ്യാസം എന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചു. അതിനകത്തില് IEDC എന്ന് പറഞ്ഞിട്ട് ഒരു അബ്രിവിയേഷൻ, അതിനൊരു എക്സ്പാൻഡഡ് ഫോം പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നാണ് പറഞ്ഞത്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ. അതെന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അതായത് യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഉൾച്ചേർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് എന്താ പറഞ്ഞത്, യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെ സംസ്കാരത്തിന്റെ സാമ്പത്തികത്തിന്റെ സാമൂഹിക ഭേദം അങ്ങനെ യാതൊരു വിവേചനവും കൂടാതെ ഭിന്നശേഷിക്കാരായ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് അവരുടെ സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ശരിക്കും പൊതുവിദ്യാലയങ്ങളിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ രീതിയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പം കമ്പൽസറി എഡ്യൂക്കേഷൻ ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്, 6 മുതൽ 14 വയസ്സ് വരെ. പക്ഷെ അത് NEP 2020 ഫുൾ ഫ്ലഡ്ജ്ഡ്, അതായത് 2030 ആവുമ്പോൾ അത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. NEP 2020 അത് വന്നു കഴിയുമ്പോൾ 3 to 18 ഇയേഴ്സ് ആയിരിക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ. പക്ഷേ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ 18 വയസ്സ് വരെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 6 മുതൽ 14 വയസ്സ് വരെ സൗജന്യ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉൾച്ചേർന്ന കുട്ടികൾക്ക്, അതായത് ഈ പറഞ്ഞ എന്താ പറയുക ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ 18 വയസ്സ് വരെ വിദ്യാഭ്യാസം കൊടുക്കാൻ, മറ്റു കുട്ടികൾ ചിലടത്ത് പറയുന്നത് മറ്റു കുട്ടികളെക്കാൾ 5 വയസ്സിന്റെ ഇളവ് എന്ന് പറഞ്ഞും കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട് ഏതാണ് പറയാം നിങ്ങൾ? ഏതാണ്? PWD ആക്ട് 1995 ആണ്. 1995 PWD ആക്ട് ആണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. അതിനകത്തില് ഡിസബിലിറ്റി എന്ന് പറയുന്നത് 7 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡിസബിലിറ്റി 7 ആയിരുന്നു. പൂർണ്ണ അന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലന പരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം. ഇങ്ങനെ 7 വിഭാഗങ്ങളായിരുന്നു PWD ആക്ടിനകത്തുണ്ടായിരുന്നത്. അതിനുശേഷം 2016 ഇത് എന്താക്കി മാറി? RPWD ആക്ട് ആയി മാറി. ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആയി മാറി. ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. അതിനകത്തില് ഒരു 14 വിഭാഗങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് ഇപ്പൊ മൊത്തത്തില് 21 ഭിന്നശേഷികളാണ് അതിനകത്തിൽ വരുന്നത്. ആ RPWD ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദ്വാർഫിസം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതുപോലെ സെറിബ്രൽ പാൾസി SP എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മസ്കുലാർ ഡിസ്ട്രോഫി, ആസിഡ് ആക്രമണം മൂലമുണ്ടാകുന്ന പരിമിതികള്, പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, തലാസീമിയ, ഹിമോഫീലിയ,
അരിവാൾ രോഗം, തീവ്രമായ നാഡീ തകരാറുകൾ, സവിശേഷമായ പഠന വൈകല്യം. അതായത് ഈ പറയുന്ന RPWD ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷമായ പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് 4 വായനാ വൈകല്യം, ലേഖന വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം എന്നുള്ളതാണ്. പിന്നെ ബഹുവിധ വൈകല്യങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. അതായത് ചിലർക്ക് എന്താ പറയാ, ശാരീരികമായ പരിമിതി ഉണ്ടായിരിക്കും, അതോടൊപ്പം ചിലപ്പോൾ അവർ ബ്ലൈൻഡ് ആയിരിക്കും, അങ്ങനെ നാഡീ തകരാറുകൾ ഉള്ളവരായിരിക്കും, പിന്നെ അവരിൽ അരിവാൾ രോഗം ഉണ്ടായിരിക്കാം, അങ്ങനെ പലവിധ വൈകല്യങ്ങൾ ഒന്നിച്ചനുഭവിക്കുന്ന ആളുകൾ. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായവരുടെ വിദ്യാഭ്യാസത്തിൽ ചരിത്രപരമായ പല ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് ഒന്നാമത്തേതെന്ന് പറയുന്നത് 1974 അവതരിപ്പിച്ചതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ IEDC എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ 1974 ആണ്. അത് ഈ രംഗത്തെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരുന്നു ഈ ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസം. നമുക്കറിയാം ആദ്യ സമയങ്ങളിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു ശാപമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അവരെ പുറത്തേക്ക് ഇറക്കത്തില്ല, ഒരു വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അങ്ങനെ ടോട്ടലി സെഗ്രിഗേറ്റഡ് ആയിട്ടായിരുന്നു അവരെ ഇങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലെ ആളുകളെ വിളിച്ചു വരുത്തി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ദെൻ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, പൊതുവിദ്യാലയങ്ങളിൽ സാധാരണക്കാരായ കുട്ടികളോടൊപ്പം ഇരുത്തി അവരെ പഠിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. സാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പേനയും പേപ്പറും കൂടി എടുത്തു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് അതായത് നമ്മുടെ ഇന്ത്യയില് കൃത്രിമം അവയവം ഉപയോഗിച്ചതിന്റെ എഴുതപ്പെട്ടൊരു ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഋഗ്വേദത്തിലാണ്. അതിനകത്തില് വിഷ്പല എന്ന് പറയുന്ന ഒരു രാജ്ഞിക്ക് യുദ്ധത്തിൽ അവരുടെ കാല് നഷ്ടപ്പെടുകയും അവർക്ക് കൃത്രിമ കാലുകൾ വെച്ച് വീണ്ടും യുദ്ധം ചെയ്തെന്നും ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് പഞ്ചതന്ത്രം കഥകൾ. അത് വിഷ്ണു ശർമ്മൻ എഴുതിയതാണ്. ഈ പഞ്ചതന്ത്രം കഥകൾ എഴുതിയതും സുദർശൻ എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ബുദ്ധിക്കുറവുള്ള 3 മക്കൾക്ക് വേണ്ടി കഥകൾ എഴുതാൻ വിഷ്ണു ശർമ്മനോട് ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം ആ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വിഷ്ണു ശർമ്മൻ എഴുതിയ കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുരാണം ഇതാണെന്ന് നമുക്ക് പറയാം. ഒരു 50-ലധികം ഭാഷകളിലും എന്താ പറയുക, യൂറോപ്യൻ ഭാഷകളിലും ഒക്കെയും ഈ പഞ്ചതന്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അനുരൂപീകരിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ തന്നെ പുസ്തകമാണത്രേ പഞ്ചതന്ത്രം. ഒന്ന് ഓർത്തു വെച്ചോളുക, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അനുരൂപീകരിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് പഞ്ചതന്ത്രം. എഴുതിയത് വിഷ്ണു ശർമ്മനാണ്. നമ്മുടെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലും ഒക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ NEP ദേശീയ വിദ്യാഭ്യാസ നയം 1986 അതുപോലെ തുടർച്ചയായ അധ്യാപക പരിശീലനങ്ങൾ കൊടുത്തു ഇവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നെ പ്രോജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ്, PIED എന്ന് പറയും. ഇതാണ് പ്രോജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA 1992, റിവൈസ്ഡ് IEDC സ്കീം 1992. ഇതെല്ലാം ഈ പറഞ്ഞ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ പ്രധാന ഇടപെടലുകളാണ്. ഇനി അതിനകത്തിൽ പറയുന്നത് ഇവർക്ക് വേണ്ടി കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, PWD ആക്ട് 1995, ദെൻ മെന്റൽ ഹെൽത്ത് ആക്ട് 1987. ഓർത്തു വെച്ചോളൂ, ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മെന്റൽ ഹെൽത്ത് ആക്ട് 1987 അത് എന്ന് പറയുന്നത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി 1987 മെയ് 22 പാസാക്കിയ ഒരു നിയമമാണ്. അതുവരെ 1912 ഇന്ത്യൻ ലൂണാസി ആക്ട് ആയിരുന്നു നിലനിന്നിരുന്നത്. അതിനുശേഷമാണ് ഈ മെന്റൽ ഹെൽത്ത് ആക്ട് കൊണ്ടുവന്നത്.
മെന്റൽ ഹെൽത്ത് ആക്ട് 2017 ഏപ്രിൽ 7 ഭേദഗതി ചെയ്ത് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സ, തുടർ സംരക്ഷണം, അവരുടെ അവകാശ സംരക്ഷണം, സ്വത്തിനായുള്ള സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സ, തുടർ സംരക്ഷണം, അവരുടെ അവകാശ സംരക്ഷണം, സ്വത്തിനായുള്ള സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ് എന്ന് ചോദിക്കാം. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 ആണ്. അടുത്തത് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 ആണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുമുഖ വൈകല്യങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് MD എന്ന് പറയും, എന്നീ വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ 1999 ഡിസംബർ 30 നാഷണൽ ട്രസ്റ്റ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് RTE ആക്ട് 2009 വന്നിട്ടുണ്ട്. എന്താണ് RTE ആക്ട്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെ, വിദ്യാഭ്യാസ അവകാശ നിയമം. അതിൽ പറയുന്നത് 6 മുതൽ 14 വയസ്സിന് 6-നും 14 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം, അതായത് മുഴുവൻ കുട്ടികൾക്കും, അവിടെ വൈകല്യമുള്ളവരെ ഒന്നും വേർതിരിക്കാൻ പറഞ്ഞിട്ടില്ല, 6-നും 14-നും. പക്ഷെ അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഭിന്നശേഷിക്കാരായതുകൊണ്ട് അവർക്ക് 18 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വിദ്യാലയത്തിലും 25% സീറ്റ് പിന്നോക്കക്കാർക്ക് സംവരണം ചെയ്യുകയും ചെയ്യുന്നു RTE ആക്ട് വരെ. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അവരുടെ പ്രായപരിധി 18 വയസ്സ് വരെയാക്കി ഉയർത്തിയിരുന്നു. അടുത്തതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992. ഇത് കാണാതെ പഠിച്ചു വെച്ചോണം, ഇതെല്ലാം ഈ പേരുകളെല്ലാം കേട്ടോ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 1986 ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ട് ഡൽഹിയിൽ രൂപം കൊണ്ട് 92 RCI എന്ന നിലയിൽ ഉയർത്തിയാണ് എന്തുകൊണ്ടുവന്നത്? RCA ആക്ട് നിലവിൽ വന്നത് 2000 ആണ്. RCA ആക്ട് നിലവിൽ വന്നു. 2000 ഇത് ഭേദഗതി ചെയ്തു. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ പരിപാലനത്തിനും പുനരധിവാസത്തിനുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാം നിങ്ങളോട് പരീക്ഷയ്ക്ക്, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ പരിപാലനത്തിനും പുനരധിവാസത്തിനുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ ഏത് ആക്ടിൻ പ്രകാരമാണ് എന്ന് ചോദിക്കാം. അതുപോലെ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുക, അത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന പ്രൊഫഷണലുകൾക്ക് രജിസ്ട്രേഷൻ നൽകുക, അംഗീകൃത പ്രൊഫഷണലുകളെ റിഹാബിലിറ്റേഷൻ രജിസ്റ്റർ സൂക്ഷിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ദേശീയ തലത്തിലൊക്കെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് ഒന്ന് നോക്കി വെച്ചോണം. അതിനകത്ത് ഒന്നാമത്തേതാണ് NIVH എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയും. അത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് അതുള്ളത്. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് അതുള്ളത്. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയംഭരണ അവകാശമുള്ളതാണ്. 1982 അത് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തതാണ് അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഇംപയർഡ്. അതായത് ശ്രവണ വൈകല്യമുള്ളവർക്കായിട്ടുള്ള പരിശീലനം, അവരുടെ പുനരധിവാസം, അവരെ പഠിപ്പിക്കാനുള്ള, അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകുക, ഇതൊക്കെയായിരുന്നു. മുംബൈയിലാണ് സ്ഥാപിച്ചത്. 1983 ഓഗസ്റ്റ് 9. പിന്നീട് അത് കൊൽക്കത്ത, ന്യൂഡൽഹി, സെക്കന്ദരാബാദ്, ഭുവനേശ്വർ എന്നീ സ്ഥലങ്ങളിലുമൊക്കെ ഇതിന്റെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അടുത്തത് NIOH എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ലൊക്കോമോട്ടർ ഡിസബിലിറ്റി, ചലനപരമായ വൈകല്യങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട്. അതും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിൽ 1978 കൊൽക്കത്തയിൽ സ്ഥാപിതമായതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്, അതും കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ്. അത് 1975 ഒഡീഷയിലെ കട്ടക്കിലാണ് സ്ഥാപിച്ചത്. പിന്നെ അടുത്തത് NIM, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത്. അത് എന്താ പറയാ, അമേരിക്കയിലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള രാജ്യാന്തര പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. അവിടെ മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹാരം കാണുകയും ഒക്കെയാണ് അതിന്റെ ജോലി. അടുത്തതാണ് RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ 1992, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴില്
1966 മൈസൂരിലെ മാനസ ഗംഗോത്രി സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനമാണ്. ഓട്ടോണമസ് ബോഡീസ് ആണ് ഇതെല്ലാം. അത് ഈ സംസാരം, ഭാഷാ വൈകല്യങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരെ എന്താ പറയാ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ, ക്ലിനിക്കൽ സേവനങ്ങളും രക്ഷകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ബോധവൽക്കരണം നൽകുക എന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥാപിതമായിരിക്കുന്നത്. അടുത്തത് നിംഹാൻസ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, ബാംഗ്ലൂരാണ് ഇതിന്റെ ആസ്ഥാനം. അത് 1847 സ്റ്റാർട്ട് ചെയ്തത്. അത് ബാംഗ്ലൂർ ലുണാറ്റിക് അസൈലം എന്ന പേരിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 1974 ഡിസംബർ 27 ഇതൊരു സ്വയംഭരണ സ്ഥാപനമായി പ്രഖ്യാപിച്ചു. എന്റെ പേര് നിംഹാൻസ്. ആദ്യം എന്റെ പേര് ബാംഗ്ലൂർ ലുണാറ്റിക് അസൈലം എന്നായിരുന്നു. പിന്നീട് അത് നിംഹാൻസ് ആയി മാറി. 1994 നവംബർ 14 അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി. 2012 ദേശീയ നിലവാരമുള്ള സ്ഥാപനമാക്കി പാർലമെന്റ് അതിന്റെ നിയമം പാസാക്കി. അവിടെ അപസ്മാര ചികിത്സ, പരിമിതരായവർക്കുള്ള പരിശീലനം, വിദഗ്ധ പരിശീലനങ്ങൾ, ഡി അഡിക്ഷൻ, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇത്രയുമാണ് ആ യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തോണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്നുമില്ല, ഇടയ്ക്ക് ഇച്ചിരി പ്രയാസം എന്ന് തോന്നുന്ന കുറച്ച്, പ്രയാസം എന്നല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഒരാളുടെ സ്വന്തം ചിന്തയെ കുറിച്ചുള്ള ചിന്തയ്ക്ക് എന്താ പറയുന്നത്? ഒരാളുടെ സ്വന്തം അല്ല, ചിന്തയെ കുറിച്ചുള്ള ചിന്ത എന്താ പറയുക? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണത്. എന്താണ്? അതീത ചിന്ത. അതീത ചിന്ത. അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടീച്ചറെ ഇങ്ങനെയാണ്: കൊഗ്നിഷൻ, ഡ്യൂവൽ കൊഗ്നിഷൻ, മെഗാ കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ. മെറ്റാ കൊഗ്നിഷൻ ആണോ? അതെ അതെ, മെറ്റാ കൊഗ്നിഷൻ ആണ്. അതെ, മെറ്റാ കൊഗ്നിഷൻ ആണ്. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട്. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇത് ഏതുതരം വിലയിരുത്തലാണ്? വിലയിരുത്തൽ തന്നെ പഠനം. അതെ 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 അതെ, വിലയിരുത്തൽ തന്നെ പഠനം. അത് കുട്ടി തന്നെയാണ് ചെയ്യുന്നത്, അല്ലെ? കുട്ടി തന്നെ ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയാണിത്. ഇവിടെ അത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ വിലയിരുത്തൽ രീതിയെ പറ്റിയിട്ട്, അല്ലെ? ഓർക്കുന്നുണ്ടോ? ഇന്നലെ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നവര് ടീച്ചർ 3 തരം വിലയിരുത്തലുകൾ പഠിച്ചു. ഓക്കെ, അതിൽ പഠിച്ചതാണ്. ഇനിയും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? അതായത് ജ്യോതിഷിന് മാത്സിലെ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവൻ പറയുകയാണ് ഭൂരിഭാഗവും സിലബസിന് പുറത്തുനിന്നാ ചോദിച്ചേന്ന്. അത് ഏത് സമായോജന എന്തോ യുക്തീകരണമാണ്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, പ്രക്ഷേപണം, പ്രൊജക്ഷൻ വന്നിരുന്നെങ്കിലോ അവിടെ? അത് എക്സാംസ് ടഫാണ്, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ടഫായ കാരണം എനിക്ക് മാർക്ക് കിട്ടാത്തതെന്ന് കുട്ടി നമ്മുടെ കുറ്റം മറ്റൊരാളിനെ ആരോപിക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒന്നീ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ടീച്ചറിനെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ടീച്ചർ ചൊവ്വേന്നേരെ പഠിപ്പിച്ചില്ല എന്ന് പറയുന്നു, അല്ലെ? അല്ലെങ്കിൽ പേപ്പർ നോക്കി ടീച്ചറിനെ കുറ്റം പറയുന്നു. അതൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. പിന്നെ ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രേഖപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയൻ സമീപനത്തിന് പറയുന്ന പേരെന്താണ്? ഏതാണ്? സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദമാണ്. അതെ, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം.
താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? ചോദ്യം ഞാൻ പറയാം. താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? ഹ്രസ്വോത്തര ചോദ്യങ്ങൾ, ദീർഘോത്തര ചോദ്യങ്ങൾ, ബഹുവികൽപ്പ മാതൃകാ ചോദ്യങ്ങൾ, വസ്തുനിഷ്ഠാ ചോദ്യങ്ങൾ. ഓപ്ഷൻ സി ബഹുവികൽപ്പ ചോദ്യം. ഏതാ ടീച്ചറെ? ഓപ്ഷൻ സി ആണോ സാർ ബഹുവികൽപ്പ ചോദ്യം? അല്ല, ശ്രദ്ധിച്ച്, താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെ, അതായത് അവന്റെ ആശയം അവതരിപ്പിക്കാൻ അവന് പറ്റണം. അത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലേ പറ്റത്തുള്ളൂ? ദീർഘോത്തര ചോദ്യങ്ങളിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിനകത്തിൽ മാത്രമേ നമ്മളുടെ ആശയാവതരണം, നമുക്കൊരാശയത്തെ പറ്റി എത്രമാത്രം ആഴത്തിലുള്ള ധാരണ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ദീർഘോത്തര ചോദ്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഞാനത് നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. എന്തോ വസ്തുനിഷ്ഠ അല്ല ടീച്ചറെ, ദീർഘോത്തര ചോദ്യങ്ങളാണ്, എസ്സേ ടൈപ്പ് ആണ്. നമ്മളുടെ അറിവ്, നമ്മളുടെ ആശയധാരണം നന്നായിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ആശയ അവതരണം എഴുതി മറ്റൊരാളെ മനസ്സിലാക്കിക്കാൻ കഴിയുന്നത് നമുക്ക് ദീർഘോത്തര ചോദ്യങ്ങളിലൂടെയാണ്, വസ്തുനിഷ്ഠമല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല. പിന്നെ പറയുന്നത് വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തര മാനവികത കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന സ്വയം മതിപ്പിനെ പറയുന്നത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ബുക്കിനകത്തില് അത് അയച്ചിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് ആ നോട്ടിനകത്തിലുണ്ട്. അതൊന്ന് എടുക്കുമോ? എടുത്തോ? എടുത്തോ? ഞാനും എന്റെ ബുക്കൊന്ന് എടുത്തോട്ടെ. ആത്മാഭിമാനമല്ലേ ടീച്ചറെ? അതെ, ആത്മാഭിമാനമാണ്. ഞാൻ അതൊന്ന് പറഞ്ഞു തരാമേ എന്താണെന്നുള്ളത്. അത് നമ്മൾ പറയാതെ പോയൊരു ഭാഗമാണ് അത്. ടീച്ചറിന്റെ പേജ് നമ്പർ ഒന്ന് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? PDF 2 ആണ് മാം. അങ്ങനെ കാണാനുള്ള PDF 2 എന്നേ കാണാനുള്ളേ? അതെ അതെ. ഏതിനകത്തിലാണ്? ഉത്തര മാനവികത കാഴ്ചപ്പാട് അതല്ല, അത് കഴിഞ്ഞിട്ടാ മാം. 92 കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. 92 ആണ്. എന്താണ് ഉത്തര മാനവികത കാഴ്ചപ്പാടെന്ന് നോക്കാം. മാനവികതാവാദത്തിന് ശേഷമുള്ളതാണ്, പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നാണ് അത് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആശയശേഖരണത്തിനും ബോധവികാസത്തിലുമൊക്കെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാനവികതാവാദം എന്ന മനുഷ്യ കേന്ദ്രീകൃത, അപ്പൊ മാനവികതാവാദം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മനുഷ്യ കേന്ദ്രീകൃതമായ മനുഷ്യ അവസ്ഥകളും മനുഷ്യ മഹത്വത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് എന്തെന്ന് പറയുന്ന മാനവികതാ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ആ മാനവികതാ കാഴ്ചപ്പാടിന് ശേഷം വന്നിരിക്കുന്നതാണ് ഉത്തര മാനവികതാ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് 3 ശാസ്ത്രജ്ഞന്മാരാണ് അതിന്റെ അവതാരകരായിട്ട് വരുന്നത്. ആ പേരുകൾ പഠിച്ചു വെച്ചേക്കുക. ജൂലിയൻ ഹക്സ്ലി, JD ബെർണൻ, EX ഹാൾഡൈൻ എന്നിവരാണ് ഉത്തര മാനവികതാ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിരിക്കുന്ന 3 ശാസ്ത്രജ്ഞര്. ഇവരിൽ ജൂലിയൻ ഹക്സ്ലിയാണ് ട്രാൻസ് ഹ്യൂമനിസം എന്ന പേര് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. എന്താണ് പേര്? ട്രാൻസ് ഹ്യൂമനിസം. അതായത്
എന്താണ് ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ ഘടനാപരമായി വലിയ മാറ്റമില്ലാതെ നല്ല മനുഷ്യനാക്കി മാറ്റുന്നതിനെയാണ് ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ആ വാക്ക് കൊണ്ടുവന്നത് ജൂലിയൻ ഹക്സ്ലിയാണ്. അപ്പൊ ശരിക്കും കമ്പ്യൂട്ടറും മനുഷ്യ മസ്തിഷ്കവും ചേർന്ന ഒരു മനുഷ്യ മസ്തിഷ്ക കമ്പ്യൂട്ടറാക്കി മനുഷ്യനെ മാറ്റുന്ന ആ ഒരു രീതിയാണ്, അതായത് സാങ്കേതിക വിദ്യയൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണ് ആത്മാഭിമാനം എന്ന് അതിനകത്തിലെ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ആത്മാഭിമാനത്തിന് പറയുന്ന പേരാണ് എന്ത്? സെൽഫ് എസ്റ്റീം. ഇതിനകത്ത് ആത്മദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയുന്നത്, ആ ഇംഗ്ലീഷ് വേർഷനിൽ വരുന്ന ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കണം. ആത്മദാനം ആത്മാദനം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം എന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഇംഗ്ലീഷ് വേർഷനും കൂടെ ഒന്ന് നോക്കിക്കണം. അപ്പൊ കേട്ടല്ലോ, എന്താണ് ഒരു വ്യക്തി എന്താണ് തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്. അത് ആ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് അത്രയും ഭാഗം പറഞ്ഞതാണ്. പിന്നെ എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏതാണ്? ആവശ്യങ്ങളുടെ ശ്രേണിയിലെ മൂന്നാമത് വരുന്നത് ഏതാണ്? ഏതാണ്? സ്നേഹമാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. സ്നേഹം അല്ലെങ്കിൽ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സിനി പാഠങ്ങൾ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു, എന്നാൽ മിനി അതേ പാഠങ്ങൾ പഠിക്കുന്നതിന് ധാരാളം സമയമെടുക്കുന്നു. ഒരാൾ വളരെ വേഗത്തിൽ പഠിക്കുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു? കുറച്ച് കൂടുതൽ സമയമെടുത്ത് പഠിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഏത് വികാസ തത്വത്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തുടർച്ച ഒരു തത്വം. 2, പൊതുവായതിൽ നിന്ന് പ്രത്യേകതയിലേക്ക്, ജനറൽ ടു സ്പെസിഫിക്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, പരസ്പര ബന്ധം. വ്യക്തി വ്യത്യാസം, പരസ്പര ബന്ധം. ഇതിലേതായിരിക്കാം? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതെ, വ്യക്തി വ്യത്യാസം അല്ലെ. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോ ടു ഇൻഡിവിജ്വൽസ് ആർ എലൈക്ക് ആണ്. എല്ലാവരും ഡിഫറെന്റ് ആണ്. സ്കീമ എന്ന വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് പഠിതാവ് നേടുന്ന അറിവുകളും അനുഭവങ്ങളും 2 പൂരക സമ്പ്രദായങ്ങളുടെ രൂപപ്പെട്ട് വികസിച്ചാണെന്ന് പിയാഷെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ 2 സമ്പ്രദായങ്ങൾ ഏതാണ്? സ്കീമ എങ്ങനെ ഉണ്ടാകുന്നത്? ഏതൊക്കെ അനുഭവങ്ങളിലൂടെയാണ്? ഏതൊക്കെയാണ്? സംസ്ഥാപനവും കൂടെയുണ്ട്. സ്വാംശീകരണവും സംസ്ഥാപനവും. വെരി ഗുഡ്. സ്വാംശീകരണവും സംസ്ഥാപനവും വഴിയാണ് നമ്മളിൽ എന്തുണ്ടാകുന്നത്? സ്കീമ. സ്കീമ എന്ന് പറയുന്നത് എന്താണ്? വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാക്കുന്നത് എപ്പോഴാണ്? ഗസ്റ്റാൾട്ടിസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ആവർത്തന പഠന രീതിയിലൂടെ, പ്രശ്ന പരിഹരണ രീതിയിലൂടെ, ശ്രമപരാജയ രീതിയിലൂടെ, അനുബന്ധന രീതിയിലൂടെ. ഏതിലാണ് ഗസ്റ്റാൾട്ടിസം? ഏതാ പറയുന്നത്? പ്രശ്ന പരിഹരണം. ആവർത്തന പഠനം ഏതാണ്? ആവർത്തനം ഏത് പറയുന്നു? ഏത് സിദ്ധാന്തമാണ് പറയുന്ന ആവർത്തനം? ശ്രമപരാജയം. അതേതാ? ആരുടേതാ? ആവർത്തനവും ശ്രമപരാജയവും തോണ്ടേക്കിന്റേതാണ്. അനുബന്ധനം ആരുടേതാണ്? പാവലോവും വാട്സണും അനുബന്ധനമാണ്. സ്കിന്നറുടേത് ഏതാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രക്രിയ അനുബന്ധനം.
എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാവികാസം സാധ്യമാക്കുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD എന്നാണ് പറയുന്നത് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ഫെമിനയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണ്. എന്നാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഫെമിനയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണ്. അപ്പം ശരിയേത്? ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്. ഫെമിനയുടെ IQ 100 ആണ്. ഫെമിനയുടെ IQ 100-നേക്കാൾ കുറവാണ്. ഫെമിനയുടെ IQ 90 ആണ്. കൂടുതലാണ്. ഇന്നലെ നമ്മളിത് പറഞ്ഞു 100-നേക്കാൾ കൂടുതലാണ്. അതായത് മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുതലാകുമ്പോൾ അവരുടെ IQ എന്തായിരിക്കും? 100-ൽ കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തത് പെരുമാറ്റത്തിലെ ഈ മാറ്റത്തിനാണ് പഠനം എന്ന് പറയുന്നത്. പെരുമാറ്റത്തിലെ ഈ മാറ്റത്തിനാണ് പഠനം എന്ന് പറയുന്നത്. A പിൻവലിക്കൽ, B തുടർച്ച, C പരിഷ്കരണം, D അണഞ്ഞുപോകൽ. പെരുമാറ്റത്തിലെ ഈ മാറ്റത്തിനാണ് എന്താണ് പഠനം എന്നാൽ എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ വർത്തന വ്യതിയാനത്തിനാണ് നമ്മൾ പഠനം എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് ആണ് അല്ലെ. അപ്പൊ ആ ചേഞ്ച് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. പിൻവലിക്കലാണ്, തുടർച്ചയാണോ, പരിഷ്കരണമാണോ, അണഞ്ഞുപോകലാണോ? അതെ, പരിഷ്കരണമാണ്. മോഡിഫിക്കേഷൻ. നമ്മുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ് പഠനം എന്ന് പറയുന്നത്. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ് പഠനം എന്ന് പറയുന്നത്. നോക്കിക്കേ, രേഖ വൃത്തിക്കും അടുക്കും ചിട്ടയ്ക്കും അമിത പ്രാധാന്യം നൽകുന്ന ആളാണ്. ഏത് സൈക്കോസെക്ഷൽ ഘട്ടത്തിലാണ് രേഖയ്ക്ക് ഫിക്സേഷൻ ഉണ്ടായിട്ടുള്ളത്? ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? മനോവിശ്ലേഷണം. അങ്ങനെയാണെങ്കിൽ ഏത് സൈക്കോസെക്ഷൽ ഘട്ടത്തിലാണ്? ഏതാണ്? ഞാൻ വായിക്കാം. ഏനൽ സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, ലേറ്റൻസി, ഫാലിക് സ്റ്റേജ്. നിഷാമോൾ എന്ന് പറഞ്ഞ പിന്നെ മൈക്രോഫോൺ ഒന്നും അതുകൊണ്ടാണ് എക്കോ കേൾക്കുന്നത്. ഏതാ പറഞ്ഞ? വേഗം പറയൂ. എയ്നൽ സ്റ്റേജിലാണ്. നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നൽകുന്നു. അതിനകത്ത് ഒരുപാട് കടമ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയെടുക്കുക അതിനൊക്കെ അങ്ങനെ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത്. അടുത്തത് മനഃശാസ്ത്രത്തിലെ 2ാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഹ്യൂമനിസം ആണ്. മനഃശാസ്ത്രത്തിലെ 2ാം തരംഗം എന്ന് പറയുന്നത് ഹ്യൂമനിസം ആണ്. മനഃശാസ്ത്രത്തിലെ 2ാം തരംഗം എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് സ്റ്റേജ് ആണ്. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇതിനകത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഘട്ടങ്ങൾ ക്രമപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അപ്പൊ ആ സൈക്കോസെക്ഷൽ ആ ഒരു ഘട്ടങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഒന്നുമില്ല. ആരാ വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? ഡാനിയൽ ഗോൾമാൻ. അല്ല, പീറ്റർ സലോവയും ജോൺ മേയറുമാണ് ആദ്യമായി വൈകാരിക ബുദ്ധി എന്ന ആശയം അവതരിപ്പിച്ചത്. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഇതിനകത്ത് ഡാനിയൽ ഗോൾമാന്റെ പേര് കൊണ്ട്. ഡാനിയൽ ഗോൾമാൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ബുക്കിലൂടെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് പ്രചാരം സിദ്ധിച്ചതെന്നാണ് കേട്ടോ വിനിത ടീച്ചറെ.
ആ മിസ് ഞാൻ നോട്ട് ചെയ്യാം മിസ്. നമ്മൾ പഠിച്ചു MMPI അളക്കുന്നത് എന്താണ്? MMPI എന്താണ്? MMPIയുടെ ഫുൾ ഫോം? മിന്നാസോട്ട മൾട്ടിഫേസിക് അല്ലെ ഇൻവെന്ററി എന്നാണ്. അത് എന്തളക്കാനാ ഉപയോഗിക്കുന്നത്? 5 വലിയ ഗുണങ്ങൾ, മനോരോഗങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളും, പാടവം, അബോധ ചോദനങ്ങൾ. ഏതളക്കാനാ ഉപയോഗിച്ചത്? MMPI വ്യക്തിത്വ വൈകല്യം. മനോരോഗങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രസവ സമയത്തോ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധി വൈകല്യത്തെ എന്താണ്? അനോക്സിയാണ്. ഒന്ന് നോട്ട് ചെയ്യണം. അനോക്സിയ. പ്രസവ സമയത്തോ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധി വൈകല്യത്തെയാണ് അനോക്സിയ എന്ന് വിളിക്കുന്നത്. പ്രസവ സമയത്തോ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധി വൈകല്യത്തെ അനോക്സിയ എന്ന് വിളിക്കുന്നു. അടുത്തൊരെണ്ണം, താറാവിന്റെ കുഞ്ഞ് അതിന്റെ മാതാവിനെയും മറ്റ് ചലിക്കുന്ന വസ്തുക്കളെയും പിന്തുടരുന്നതിനെ ഇങ്ങനെ വിളിക്കുന്നു. അതിന് മുദ്രണം അല്ലെങ്കിൽ ഇംപ്രിന്റിങ് എന്നാ പറയുന്നത് കേട്ടോ. ഈ ജീവികളൊക്കെ അതിന്റെ പേരൻസിനെ അനുകരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഇംപ്രിന്റിങ് എന്ന് പറയും. കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആരാണ്? കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആര്? എഴുതിക്കോളൂ. കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് സ്റ്റാൻലി ഹൾ ആണ്. സ്റ്റാൻലി ഹൾ. കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് സ്റ്റാൻലി ഹൾ ആണ്. മിസ്സേ ഒന്നുകൂടി പേര് പറയോ ആളെ? സ്റ്റാൻലി ഹൾ. STANLEYHALL. സ്റ്റാൻലി ഹൾ. ഏതു മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണ അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് എന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ചൂണ്ടിക്കാട്ടിയത്? ആരാണ് സെൽഫ് കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ? ആരാണ് സെൽഫ് കോൺസെപ്റ്റ്? കാൾ റോജേഴ്സ് ആണ്. സെൽഫ് കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞത് കാൾ റോജേഴ്സ് ആണ്. അടുത്തത്, മറ്റൊരാളുടെ പെരുമാറ്റവും അതിന്റെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസമുണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? മറ്റൊരാളുടെ പെരുമാറ്റവും അതിന്റെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസമുണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? സാമൂഹ്യ പഠന തത്വം, ബദലായ ദൃഢീകരണം, മാതൃകയാക്കുക, ബദലായ ശിക്ഷാരീതി. അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? അല്ല, അത് വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ടീച്ചറെ. ബദലായ ദൃഢീകരണം എന്നുള്ളതാണ്. ഒരാളുടെ സ്വഭാവം കണ്ടിട്ട് നമ്മൾ അതുപോലെ നല്ല നമുക്കതിൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ബദലായ ദൃഢീകരണം. നല്ലൊരു സ്വഭാവം ഒരാൾ കാണിക്കുമ്പോൾ നമ്മളത് കണ്ടുപഠിക്കത്തില്ലേ? അതാണ് ബദലായ ദൃഢീകരണം അല്ലെങ്കിൽ വിക്കേറിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് വിക്കേറിയസ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കള്ളൻ മോഷ്ടിച്ചു, അയാൾ ജയിലിലായി. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കുന്നു? ആ പണിഷ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യാതെ ഇരിക്കുന്നു. അതാണ് വിക്കേറിയസ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. വിക്കേറിയസ് റീഇൻഫോഴ്സ്മെന്റും വിക്കേറിയസ് പണിഷ്മെന്റുമാണ് ഇതിന്റെ ആൻസർ. ഈ വിക്കേറിയസ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ബദലായ ദൃഢീകരണം എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചൊരു ഭാഗത്തുള്ളതല്ല, നിങ്ങളുടെ ആ സിലബസിനകത്തിൽ അതില്ല. ബദലായ അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് എങ്ങാനുമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം നിങ്ങൾ പഠിച്ചതായിരിക്കും.
അടുത്തത്, താൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു. ആൾഡർ ആരാണ്? ആൽഫ്രഡ് ആഡ്ലർ. ഏത് സിദ്ധാന്തമാണ് ആൽഫ്രഡ് ആഡ്ലറുടേത്? ഏത് സൈക്കോളജി ആണ്? ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ആൽഫ്രഡ് ആഡ്ലറുടേത്? മനോവിശ്ലേഷണം. മനോവിശ്ലേഷണം. അപ്പം നോക്കിയേ, താൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു. ആൾഡറിന്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന ഏത് പ്രശ്നമാണുള്ളത്? കുറഞ്ഞ കാര്യനിർവഹണ ശേഷി, ആൾഡേറിയൻ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, കുറഞ്ഞ ആത്മസാക്ഷാത്കാരം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. എനിക്ക് പറ്റത്തില്ല, ഞാനിങ്ങനെ എല്ലാവരിലും താഴെയാണ് എന്നുള്ളൊരു തോന്നലാണ് രാജുവിന് അവിടെ ഉണ്ടാകുന്നത്. അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏത്? വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏത്? ഓപ്പറന്റ് കണ്ടീഷനിങ്, റെസിപ്രോക്കൽ ടീച്ചിങ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാ? പ്രതിക്രിയ അധ്യാപനം. പ്രതിക്രിയ അധ്യാപനം. ഇതിനകത്ത് കൊടുത്തിട്ടില്ല ടീച്ചറെ, ഇതിനകത്ത് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷും മലയാളവും കൂടെ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കണേ. വായിക്കാം ടീച്ചറെ. വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്? കുട്ടികളിലെ വായനാശീലം വെരി ഗുഡ്. കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വൈഗോട്സ്കി കൊണ്ടുവന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദൃഢീകരണത്തെ കുറിച്ച് ആദ്യമായി ആശയമുണ്ടാക്കിയത് ഈ വ്യക്തിയാണ്. നമ്മൾ ആ വാക്ക് പഠിച്ചിട്ടില്ല, ദൃഢീകരണം. നേരെ മറിച്ച് അതിന്റെ ഇംഗ്ലീഷ് പേരൊന്ന് ശ്രദ്ധിച്ചേ. ദ കോൺസെപ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ആരാണ്? നമ്മള് മലയാളത്തിൽ ഞാൻ എന്റെ മറ്റേ പേര് പറയാം, പ്രബലനം. സ്കിന്നറാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ, ദൃഢീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓർക്കുന്നില്ലേ? പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കി പോകണേ നിങ്ങള്. ഓക്കെ. ഇനി ഇടയ്ക്ക് ഒന്ന് ക്വസ്റ്റിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് കർട്ട് ലെവിന്റേതാണ്. ഫീൽഡ് തിയറി, ക്ഷേത്ര സിദ്ധാന്തം ഒന്ന് നോട്ട് ചെയ്തോണേ. ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് കർട്ട് ലെവിൻ. അതൊന്ന് എഴുതി വെച്ചേക്കാം. പിന്നെ അടുത്തൊരെണ്ണം പറയുന്നുണ്ട് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. സിറ്റുവേറ്റഡ് ലേണിംഗ് SITUATED, സിറ്റുവേറ്റഡ് ലേണിംഗ്. അത് രണ്ട് സയന്റിസ്റ്റ്, അവരുടെ പേര് ജീൻ ലേവ് എന്നും എറ്റീൻ വെങ്കർ എന്നുമാണ്. സിറ്റുവേറ്റഡ് ലേണിംഗ്, ജീൻ ലേവ്, എറ്റീൻ വെങ്കർ. ഇവര് പറയുന്നത് പഠനവും അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയസങ്കല്പമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. അതായത് ഇതിനകത്ത് പറയുന്ന ബ്രസീലിലെ ഈ കച്ചവടക്കാരുണ്ടല്ലോ, അവര് നമുക്ക് അത്രയും വരെ നമ്മൾ പോകില്ല. നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന കടയിൽ നമ്മൾ പച്ചക്കറി നേരത്തെ, ഇപ്പൊ എല്ലാം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ അവര് നമുക്ക് ബില്ല് അടിച്ചു തരും. നേരത്തെ നമ്മൾ കടയിൽ പോയി ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് നമ്മളുടെ കയ്യിലേക്ക് പാക്കറ്റ് തരുമ്പോൾ അവർ എന്ത് പറയും? ഇത്ര രൂപയായി എന്ന് പറയും അല്ലേ?
ആ കടയിൽ. ഈ കച്ചവടക്കാരെ ഒരുപക്ഷെ നമ്മളൊരു ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് ഇവർക്ക് പ്രോബ്ലം ഇട്ടുകൊടുത്താൽ ഇവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഇത് ഈ ജീൻ ലേവും എറ്റീൻ വെങ്കറും കൂടെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ആ ഒരു ഏതൊരു അവസ്ഥയിലാണ് അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും അവരുടെ പഠനവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്നാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചോണം, സിറ്റുവേറ്റഡ് ലേണിംഗ്. ഇനി അടുത്തത് നമുക്ക് ഈ സങ്കലിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. താഴെ കൊടുത്തവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യ നിയമം ഏതാണ്? PWD ആക്ട്, RTE ആക്ട്, റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, മെന്റൽ ഹെൽത്ത് ആക്ട്. ഏതാ? PWD ആക്ട്. അടുത്ത നോക്കിക്കേ, സങ്കലിത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സങ്കലിത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. അതാണ് എ ഓപ്ഷൻ. ബി, പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. അത് ബി ഓപ്ഷൻ. സി, അയൽപ്പക്ക സ്കൂളിൽ യാതൊരു വേർതിരിവും ഇല്ലാതെ പഠിപ്പിക്കുന്നു. അത് സി. 3, റിസോഴ്സ് ടീച്ചറുടെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നു. ഇതിനകത്ത് 2 ഓപ്ഷൻ ശരിയാണ്. ഏതൊക്കെയാണ്? സിയും ഡിയും ആണോ? അർത്ഥമാക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ശരിയാണ്. കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. റിസോഴ്സ് ടീച്ചർ എല്ലാ ദിവസവും സ്കൂളിൽ വരില്ല, 1-2 ദിവസമേ വരത്തുള്ളൂ. ആ കുട്ടിയെ എല്ലാ ദിവസവും ഹാൻഡിൽ ചെയ്യുന്നത് ആര് തന്നെയാണ്? അവന്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ്. പക്ഷെ അവന് അവിടെ റിസോഴ്സ് ടീച്ചറുടെ സഹായവും കിട്ടുന്നുണ്ട്. പിന്നെ പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണോ? അല്ല. അയൽപ്പക്ക സ്കൂളിൽ യാതൊരു വേർതിരിവും ഇല്ലാതെ പഠിപ്പിക്കുന്നു. അത് ശരിയാണോ? അതെ, അത് വളരെ കറക്റ്റ് ആണ്. അവന് നമ്മൾ ഒന്നാമത് ആ ഡെഫിനിഷൻ പറഞ്ഞത് തന്നെ അതല്ലേ? യാതൊന്നിന്റെ പേരിലും കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല? യാതൊന്നിന്റെ പേരിൽ അവനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അവന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ അവന് പഠിക്കാൻ പറ്റുക. പിന്നെ റിസോഴ്സ് ടീച്ചറുടെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നു. സാധാരണ ചില സ്കൂളുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുന്നുമുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരെണ്ണമാണ് WAIS പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ടായിരുന്നു. WAIS എഴുതിക്കോളൂ. WAIS പൂർണ്ണ രൂപം വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നാണ്. വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തതേത്? പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏത്? എ, ഹ്യൂമൻ റൈറ്റ് ആക്ട്, ബി, മെന്റൽ ഹെൽത്ത് ആക്ട്, സി, PWD ആക്ട്, ഡി, നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഏതാ? അവർക്ക് വേണ്ടി അല്ലാത്ത നിയമം നമ്മൾ നേരത്തെ പഠിച്ചു. ഹ്യൂമൻ റൈറ്റ് ആക്ട് ഇവർക്ക് വേണ്ടിയുള്ളതല്ലേ. ബാക്കി 3 മെന്റൽ ഹെൽത്ത് ആക്ടും PWD ആക്ടും നാഷണൽ ട്രസ്റ്റ് ആക്ടും ആർക്ക് വേണ്ടിയുള്ളതാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നോക്കിക്കേ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചതേത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏത്? എ, ബുദ്ധിപരമായി പരിമിതിയുള്ളവർ, ബി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ, സി, മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ, ഡി,
ശാരീരിക മാനസിക വൈകല്യമുള്ളവർ. ഇതിലേതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്? ബുദ്ധിപരമായി പരിമിതിയുള്ളവര്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ, മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ, ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ളവർ. ഏതാണ്? സി ആകട്ടോ. മറ്റു കാരണങ്ങളാൽ, ഇതെല്ലാം അതുമായിട്ട് യോജിക്കുന്നത് തന്നെയാണ്. ബുദ്ധിപരമായി പരിമിതിയുള്ളവർ വരുന്നുണ്ട്, പിന്നെ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ളവർ വരുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ആപ്റ്റായിട്ട് അതിനകത്തിൽ പറയുന്നത് ഇതാണ്: മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. താഴെ പറയുന്നവയിൽ നിന്നും അനുപൂരക വിദ്യാഭ്യാസം നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുപൂരക വിദ്യാഭ്യാസം, അതിന്റെ നോട്ട് ഞാൻ സാറിന് ഇട്ട് കൊടുത്തേക്കാമേ. അനുപൂരക വിദ്യാഭ്യാസം നമ്മൾ ഇവിടെ എവിടെയും പഠിച്ചിട്ടില്ല. കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ എന്നാണ്. ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ നിന്നും അനുപൂരക വിദ്യാഭ്യാസം നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കാം. എ, സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, പ്രതിഭാശാലികൾ, സർഗപരതയുള്ള കുട്ടികൾ, കുറ്റവാസനയുള്ള കുട്ടികൾ. ആർക്കു വേണ്ടി അനുപൂരക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? അല്ല സാറേ, സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണത് കേട്ടോ. സാമൂഹിക, അങ്ങനെ സാംസ്കാരികമായി ഒക്കെ ഇങ്ങനെ ഡിസഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പഠനം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് അനുപൂരക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു പാരഗ്രാഫും ഞാൻ അയച്ചു കൊടുത്തേക്കാമേ. അനുപൂരക നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണത്. ഈ സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനുപൂരക വിദ്യാഭ്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചറെ, ഇന്നലെ വിനീത ടീച്ചർ സർഗാത്മകതയുടെ ടോറൻസ് പറഞ്ഞില്ലായിരുന്നോ? അപ്പം സർഗാത്മകത അളക്കുന്നതിന് വേണ്ടി ഒരു മാപിനി തന്നെയുണ്ട്, ടോറൻസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ടോറൻസ് സ്കെയിൽ. ടോറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? അഭിപ്രേരണ, വാചാലത, പ്രശ്നപരിഹരണശേഷി, ഉൾക്കാഴ്ച. ഏതാ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്? അഭിപ്രേരണയാണ്. അതിനകത്ത് സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകമല്ല അഭിപ്രേരണ. കവിതയ്ക്ക് ഈണം കണ്ടെത്തുന്ന പ്രവർത്തനം നൽകിയ അനു ടീച്ചർ ഗ്രൂപ്പുകളെ വിലയിരുത്തിയ ശേഷം ചില ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഈണം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഈ പ്രവർത്തനം ഏത് വിലയിരുത്തലിന് ഉദാഹരണമാണ്? കവിതയ്ക്ക് ഈണം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനം നൽകിയ അനു ടീച്ചർ ഗ്രൂപ്പുകളെ വിലയിരുത്തിയതിനു ശേഷം ചില ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഈണം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഈ പ്രവർത്തനം ഏത് വിലയിരുത്തലിന് ഉദാഹരണമാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. വെരി ഗുഡ്. പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ. നിശ്ചിത വിവരങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ക്രിയാമാർഗങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതി ഏതാണ്? ഞാൻ പഠിപ്പിച്ചതാണ്. ഏതാണ് ടീച്ചർ? എനിക്ക് ക്ലിയർ ആയില്ല. ഓപ്ഷൻ വായിക്കാം ഞാന്. ഹ്യൂറിസ്റ്റിക്, അൽഗോരിതം, അന്തർദൃഷ്ടി പഠനം, ശ്രമപരാജയ രീതി. അൽഗോരിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. അന്നേരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഒന്നെടുത്തോട്ടെ ഞാന്. ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഭാഗമുണ്ടല്ലോ. ജെൻഡർ ബയാസ്, ജെൻഡർ റോൾ, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അല്ലേ?
അതിനകത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അതിനകത്തില് എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഒരു വ്യക്തിയിൽ പുരുഷൻ എന്ന സ്ത്രീ എന്ന ഉള്ള അവബോധം സൃഷ്ടിക്കലാണ് നമ്മൾ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടാണ് ജെൻഡർ റോൾ. ഒരു പുരുഷൻ ഇങ്ങനെ പെരുമാറണം, ഒരു പുരുഷൻ കരയാൻ പാടില്ല എന്ന് നമ്മൾ പറയും അല്ലെ. പുരുഷൻ കരഞ്ഞൂടാ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അതെന്താണ്? ഒരു ജെൻഡർ റോളാണ് കേട്ടോ. പുരുഷൻ കരയാൻ പാടില്ല എന്നാണ് നമ്മളുടെ സമൂഹം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊരു ജെൻഡർ റോളാണ്. ജെൻഡർ ബയാസ് നോക്കിക്കേ. ഒരു സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗിൽ ആൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർ ആക്കാനും സ്കൂൾ ലീഡർ ആക്കാനും തീരുമാനിക്കുന്നത് എന്താണ്? ഒരു സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗിൽ തീരുമാനിക്കുകയാണ് ഈ സ്കൂളിലെ ക്ലാസ് ലീഡർമാരും അതുപോലെ സ്കൂൾ ലീഡറും ആര് മാത്രമായിരിക്കും? ആൺകുട്ടികൾ മാത്രമായിരിക്കും എന്ന് തീരുമാനിച്ചാൽ അതെന്താണ്? ജെൻഡർ ബയാസ് ആണ് കേട്ടോ. ലിംഗവിവേചനമാണ്. ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ലിംഗവിവേചനം ആണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പം കുടുംബത്തിലെ ആൺകുട്ടികളുടെ നേട്ടം മാത്രം പ്രോത്സാഹിപ്പിക്കുകയും പെൺകുട്ടികളുടെ നേട്ടം അവഗണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ രണ്ടായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, അവരെ വിവേചിക്കുന്നു. ആൺകുട്ടി ചെയ്യുന്നതൊക്കെ നല്ലത്, പെൺകുട്ടി ചെയ്യുന്നതൊക്കെ മോശം എന്ന രീതിയിൽ. ജെൻഡർ പ്രിജുഡിസ് എന്ന് പറയുന്ന ഒരു മുൻധാരണ. നമുക്ക് പറയാം ആണിങ്ങനെ ആയിരിക്കാം, ഒരു വിഭാഗത്തിന് അത് മരം കയറണം, അപ്പൊ ഒരു വിഭാഗത്തിന് അത് പറ്റില്ല, അങ്ങനെ പറയുന്നതാണ് ജെൻഡർ പ്രിജുഡിസ്, ഒരു മുൻധാരണ. പിന്നെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അടുക്കള ജോലി ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ളത്. അതൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ് അത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതിനാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് നോക്കാം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതുണ്ട്. സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് സ്ത്രീകൾ എന്താണ്? പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ലിംഗവിവേചനം, ലിംഗഭേദം, ലിംഗസ്ഥിരരൂപം, അതാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ലിംഗസമത്വം ഏതാണ്? ലിംഗസ്ഥിരരൂപം. ലിംഗസ്ഥിരരൂപം. സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ സമൂഹം എന്ത് ചെയ്തിരിക്കുകയാണ്? അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക്ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് താഴെ കൊടുത്തതിൽ ഏതു വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതു വിലയിരുത്തലാണ്? കുഞ്ഞിന് വർക്ക്ഷീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇപ്പൊ അത് ഒരുമാതിരി ക്ലിയർ ആയി അല്ലേ, വിലയിരുത്തൽ എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെ ഗ്രേഡിംഗ് സിസ്റ്റം ഏത് രീതിയാണ്? ഏതാണ്? 5 പോയിന്റ് സ്കെയില്. 5 പോയിന്റ് സ്കെയില്. 5 പോയിന്റ് ഡയറക്റ്റ് ആണോ അബ്സല്യൂട്ട് ആണോ? ഏതാ? 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിങ് കേട്ടോ. ലോവർ പ്രൈമറിയിലെ ആയാലും അപ്പർ പ്രൈമറിയിലെ ആയാലും ഗ്രേഡിങ് 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഡയറക്റ്റ് ഗ്രേഡിങ്ങും ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങും ഉണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആൻസർ എഴുതുമ്പോൾ കുട്ടി ഇപ്പൊ ഒരു ആൻസർ എഴുതി, അതിന് നമ്മൾ മാർക്ക് കൊടുക്കുന്നില്ല, നേരെ എന്തിലേക്ക് പോകുന്നു? ഗ്രേഡിലേക്ക് പോകുന്നു. അതാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടി നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കും, കുട്ടി ഇങ്ങനെ എന്താ മാർക്ക് കൊടുക്കും, ഒന്നാമത്തെ ആൻസറിന് വരും, അങ്ങനെ മാർക്കെല്ലാം കൂട്ടി വരുമ്പോൾ കുട്ടിക്ക് 10നും 25നും ഇടയിൽ മാർക്ക് എന്നൊക്കെ നമ്മളൊരു ഒരു റേഞ്ചിൽ പറയത്തില്ലേ?
75-നും 100-നും ഇടയില്, 74-നും 65-നും ഇടയിലെന്ന് നമ്മൾ ഇങ്ങനെ ഒരു റേഞ്ച് പറഞ്ഞു വെക്കത്തില്ലേ, അതാണ് ശരിക്കും അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ലോവർ പ്രൈമറിയിലും അപ്പർ പ്രൈമറിയിലും എന്താണുള്ളത്? 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. പക്ഷെ ഹൈസ്കൂളിലാവുമ്പോഴോ 9 പോയിന്റ്. 9 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. അവിടെ എന്തോ ഉണ്ട്? A+A, B+B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് പ്രൈമറി ക്ലാസ്സുകളിൽ എന്തില്ല? A+ ഇല്ല, ABC എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുട്ടികളുടെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ട് ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? ബ്രിഡ്ജസ് ആണ്. വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ് ഡാഷ്. ഏതാണ്? വാചികവും അവാചികവുമായ ആശയവിനിമയം, അതുപോലെ തന്നെ സാമൂഹ്യമായ ഇടപെടലും. അവർക്ക് വാചികമായോ അവാചികമായോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആശയവിനിമയത്തിന് സാധിക്കത്തില്ല. അതുപോലെ അവരുടെ സാമൂഹിക ഇടപെടലും മോശമായിരിക്കും. ഇങ്ങനെയുള്ള വികാസ വൈകല്യത്തിന് എന്താ പറയുന്നത്? സെറിബ്രൽ പാൾസി, എപ്പിലെപ്സി, ഓട്ടിസം, ADHD. ഓട്ടിസം ആണ് ഓട്ടിസം. സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആരാണ്? ബ്രൂണർ. നമ്മൾ വേറൊരു പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചാക്രികാരോഹണ രീതി. പെഡഗോഗി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പെഡഗോഗി സ്കൂള്, വിദ്യാഭ്യാസം, കുട്ടി, അധ്യാപന രീതി. അധ്യാപന രീതി. വീണ്ടും ചോദിച്ചിട്ടുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്ന വർഷം, പ്രാബല്യത്തിൽ വന്ന വർഷം. 95 കൊണ്ടുവന്ന് 96 അത് പ്രാബല്യത്തിൽ വന്നത്. ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിൽ ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? ചോദ്യാവലി, അഭിമുഖം, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണയം അറിയപ്പെടുന്നത് വിശ്വാസയോഗ്യമായത്, സാധുവായത്, വിശ്വാസയോഗ്യമല്ലാത്തത്, അസാധുവായത്. അത് റിലയബിൾ ആണോ, വാലിഡ് ആണോ? വിശ്വാസയോഗ്യമായത്. സാധുവായതാണ്, വാലിഡ് ആണ്. എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുവാണെങ്കിൽ അതെന്താണ്? വാലിഡ് ആണ്. താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏവ? പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. ഇതെല്ലാം പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ, ഈ പറഞ്ഞതെല്ലാം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം അല്ല, അത് വൈജ്ഞാനിക ഘടകമാണ്. എന്തോ? സ്വനിമം അല്ല, രൂപിമം ആണ്. മോർഫീം ആണ്. രൂപിമം അല്ലെങ്കിൽ മോർഫീം ഒന്ന് എഴുതി വെച്ചോളൂ. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകമാണ് രൂപിമം അല്ലെങ്കിൽ മോർഫീം എന്ന് പറയുന്നത്. എഴുതി വെച്ചോളൂ. അടുത്തത്, ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? സർവേ, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം, നിരീക്ഷണം. ക്രിയാഗവേഷണം. അതെ, ക്രിയാഗവേഷണം.
ആശയദാന മാതൃക ആരുടെയാ? Jerome Spooner. ബ്രൂണറുടേതാണ്. പഠനവുമായി ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേരെന്താണ്? സോഫോഫോബിയ. ഓക്കെ. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം നമുക്കറിയാം. വിക്ക്, പിന്നെ കൊത്ത, കൊഞ്ഞ എന്നൊക്കെ പറയുന്നത് ഭാഷണ വൈകല്യങ്ങളാണ്. വിക്ക്, കൊത്ത, കൊഞ്ഞ എന്നൊക്കെ പറയുന്നത് ഭാഷണ വൈകല്യങ്ങളാണ്. വിക്ക് തന്നെ 2 തരത്തിലുണ്ട്. സ്റ്റട്ടറിങ്ങും ഉണ്ട്, സ്റ്റാമറിങ്ങും ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ബോധപൂർവമുള്ള സംസാരം, പ്രായോഗിക സന്ദർഭങ്ങളിലുള്ള സംസാരം, ദീർഘമായ സംസാരം, താമസിച്ചുള്ള സംസാരം. ഏതായിരിക്കാം? അതിനെ പരിഹരിക്കാനാണ്. സംസാര തടസ്സത്തെ പരിഹരിക്കണം. ബോധപൂർവമുള്ള സംസാരമാണോ വേണ്ടത്? പ്രായോഗിക സന്ദർഭങ്ങളിലുള്ള സംസാരമാണോ വേണ്ടുന്നത്? ദീർഘമായ സംസാരമാണോ വേണ്ടുന്നത്? താമസിച്ചുള്ള സംസാരമാണോ വേണ്ടുന്നത്? പ്രായോഗിക ദീർഘമായ സംസാരമാണ് കേട്ടോ. ദീർഘമായ സംസാരമാണ്. പ്രായോഗികമായ സന്ദർഭങ്ങളിൽ മാത്രമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വിക്കിപ്പോവും. ബോധപൂർവം ബോധപൂർവം എന്നാ ഞാൻ സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഉടനെ നമ്മുടെ വിക്ക് കൂടും കേട്ടോ. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്ന ആശയം ആരുടെയാ? ഹാവി ഗസ്റ്റിന്റേതാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഒരു കുട്ടിയുടെ പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ശോധകം ഏതാണ്? സിദ്ധിശോധകം, അഭിക്ഷമതാ പരീക്ഷ, അഭിഭാവമാപിനി, ബുദ്ധിശോധകം. പഠന നേട്ടം അളക്കാൻ സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്. അത് വേണമെങ്കിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണം. കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നോക്കിക്കേ, സ്ത്രീ സ്വഭാവ സവിശേഷതകളുടെ സ്ഥായി രൂപം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ്. അതിൽ പെടാത്തത് ഏതെന്നാണ്. ഇപ്പൊ സ്ത്രീയെ പറ്റി, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനകത്തിൽ ആക്രമ സ്വഭാവമുള്ള, വൈകാരികതയുള്ള, വിധേയത്വമുള്ള, ക്ഷമയുള്ള, ഇതിലേതാണ് സ്ത്രീയുടെ സ്റ്റീരിയോ ടൈപ്പിൽ ഉൾപ്പെടാത്തത്? അക്രമ സ്വഭാവമുള്ള. അത് സ്ത്രീയെ പറ്റത്തില്ല. സ്ത്രീയെ കൊണ്ട് അത് നമ്മൾ പറ്റില്ല. നോക്കിക്കേ, ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതി ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷൻ ഇങ്ങനെ പെരുമാറണം, സ്ത്രീ ഇങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏതാണ്? ജെൻഡർ റോൾ ആണ് കേട്ടോ. ജെൻഡർ റോൾ നമ്മുടെ സമൂഹം ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ടീച്ചറെ, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്. അതൊന്ന് എഴുതിക്കോളൂ. ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിയാണ് ജെൻഡർ റോൾ. ആ പേജ് ഒന്ന് ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു കൊടുക്കും. ടീച്ചർ, ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചറെ. പിന്നെ ക്വസ്റ്റ്യൻ ആണോ വേണ്ടുന്നത്? അല്ല മിസ്സേ, ആ ജെൻഡറിന്റെ ആ 5 പോയിന്റ്സ് ഉണ്ടല്ലോ. സ്നേഹ, അതിന് ഞാൻ നന്നായിട്ട് എഴുതിയിട്ട് അയച്ചു തരാമേ. ഓക്കെ. നീ എന്റെ കുട്ടിയാണല്ലോ. അതെ മിസ്സേ, അതെ. ചോദിച്ചിരിക്കുന്നുണ്ടോ? പ്രൈമറി ക്ലാസ്സുകളിൽ അനുവർത്തിക്കുന്ന വിലയിരുത്തൽ രീതി അല്ലെങ്കിൽ ഗ്രേഡിംഗ് രീതി ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് തന്നിരിക്കുന്നത് നേരിട്ടുള്ള ഗ്രേഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള ഗ്രേഡിംഗ് അല്ല കേട്ടോ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ഒരു വ്യക്തിയുടെ ശാരീരിക ചലനശക്തി ക്രോഡീകരിക്കാനും
സന്തുലനാവസ്ഥ നിലനിർത്താനും സാധിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ്? ഒരു വ്യക്തിയുടെ ശാരീരിക ചലനശക്തി ക്രോഡീകരിക്കാനും സന്തുലനാവസ്ഥ നിലനിർത്താനും സാധിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ്? സെറിബെല്ലമാണ് കേട്ടോ, സെറിബെല്ലം. ശാരീരിക ചലനശക്തിയും അതുപോലെ സന്തുലനാവസ്ഥയും ഒക്കെ നിലനിർത്തുന്നത് സെറിബെല്ലമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത് പറയണമെന്ന്. ആരും ഒരു സംശയമൊന്നും ചോദിച്ചില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ ഏതാണ്? പുരോഗതി രേഖ, പോർട്ട്ഫോളിയോ, അനക്ഡോട്ടൽ രേഖ, ക്യുമുലേറ്റീവ് രേഖ. ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ പുരോഗതി, ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. അതെ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഓക്കെ. വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഒരു ബീജഗണിത ക്ലാസ്സിൽ പ്രശ്നപരിഹരണത്തിന്, ആൾജിബ്രയുടെ ക്ലാസ്സിൽ പ്രശ്നപരിഹരണത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാ? ഹ്യൂറിസ്റ്റിക്സ്, അൽഗോരിതം, ശ്രമപരാജയ രീതി ഏതാ? അൽഗോരിതം. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ, അതുപോലെ ബേബി ടോക്ക് സംസാരിക്കുന്നു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് ഏതുതരം സമായോജന തന്ത്രമാണ്? ഏതാണ്? അല്ലല്ല, ദമനമല്ല. പഴയകാല സമായോജന ക്രിയാതന്ത്രത്തിലേക്ക് പോകുന്നത് ഏതാണ്? പശ്ചാത്ഗമനം, റിഗ്രഷൻ. പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷനിലേക്കാണ് പോകുന്നത്. സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് സംസ്കാരം അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ്? ജെൻഡർ റോൾ. ജെൻഡർ റോൾ. അത് തിരിഞ്ഞു പോകരുത്, ജെൻഡർ റോൾ ആണത്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം? സ്വന്തം എന്ന ബോധം, അടുപ്പം, ആത്മസാക്ഷാത്കാരം, സുരക്ഷിതത്വം. സുരക്ഷിതത്വം. സുരക്ഷിതത്വം, അത് തന്നെ, സുരക്ഷിതത്വം. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം. വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം: ഓട്ടിസം, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അക്കാദമിക പിന്നോക്കാവസ്ഥ, മന്ദപഠിതാക്കൾ. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യം. വികാസപരമായ വൈകല്യം: ഓട്ടിസം, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അക്കാദമിക പിന്നോക്കാവസ്ഥ, മന്ദപഠിതാക്കൾ. അല്ല, മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ. ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് ഹോളോ ഫ്രേസ് എന്നാണ് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോളൂ. ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് ഹോളോ ഫ്രേസ് എന്നറിയപ്പെടുന്നു. എന്താണ് ഹോളോ ഫ്രേസ് എന്നറിയപ്പെടുന്നു?
മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് എന്ന ബോധന സിദ്ധാന്തം രൂപപ്പെട്ടത് ഏത് മനഃശാസ്ത്ര സിദ്ധാന്തമാണ്? മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക്. Gestalt. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന് പറയുന്നത് അല്ലേ? ഇത്രയുമൊക്കെയാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഒരുപാട് പറയാനുണ്ടാവാം. നിങ്ങൾ എന്ത് സംശയം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നാലും അത് നിങ്ങൾ സാറിന് എഴുതി സാറിന് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. സാർ അത് അയച്ച് തരും. ഞാൻ അതിന്റെ മറുപടി സാറിന് കൊടുക്കാം. ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമോ എന്നെനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പരീക്ഷയ്ക്ക് നേർന്നിട്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്. Thank you, Miss.